Hi guys, വൈറ്റമിൻ സിയുടെ ഒരു കൂമ്പാരം തന്നെ വേണമെങ്കിൽ പറയാം. നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലിയിലാണെങ്കിലും ഓറഞ്ചിൻ്റെ ജ്യൂസിലാണെങ്കിലും കേട്ടോ ഒത്തിരി വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി അറിയാമല്ലോ, നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് ബ്രൈറ്റൻ ചെയ്യാനും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കുറച്ച് കൊണ്ടുവരാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. മാത്രമല്ല കൊളാജിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്ത് നമുക്കുണ്ടാവുന്ന ചുളിവുകളും വരകളും എല്ലാം തന്നെ കുറച്ചുകൊണ്ട് നമ്മുടെ സ്കിന്നിനെ നല്ല എങ്ങാക്കിയിട്ട് വെക്കാനായിട്ടും ഈ ഒരു വൈറ്റമിൻ സി നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് ഈ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസും അതുപോലെ തന്നെ തൊലിയൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള സ്കിൻ വൈറ്റനിങ് ക്രീമിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു സ്കിൻ വൈറ്റനിങ് ക്രീം നിങ്ങളുടെ കടയിൽ പോയി ചോദിച്ചാൽ പോലും അല്ലെങ്കിൽ മഷി ഇട്ട് നോക്കിയാൽ പോലും ഇങ്ങനത്തെ ഒരു ക്രീം നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടത്തില്ല. കാരണം നമുക്ക് മാത്രമേ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്ക് മാത്രമേ ഇത് ഫുൾ ഓറഞ്ചിൻ്റെ ജ്യൂസും അതിൻ്റെ ആ ഒരു ഡ്രൈഡ് ആയിട്ടുള്ള ആ ഒരു നമ്മുടെ തൊലി എന്ന് പറയുമ്പോൾ നമുക്ക് ഡ്രൈ ആയിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഗൈസ്, ഞാനിവിടെ കൈ നല്ല രീതിക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ കൈ വെച്ച് തന്നെയാണ് ആ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ടും കൈവച്ച് നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിത് ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് അങ്ങ് ഫിൽറ്റർ ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം ആക്കിയിട്ട് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഇത് മിക്സിയിൽ ആദ്യം തന്നെ അടിക്കരുത്, കാരണം നമുക്ക് വൈറ്റമിൻ സി നഷ്ടമാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വൈറ്റമിൻ സി നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ വൈറ്റമിൻ സി നഷ്ടമായി പോകും. അതിൻ്റെ പേരിൽ നമ്മൾ ഈ പറഞ്ഞ രീതിക്ക് കൈവച്ച് നന്നായിട്ടൊന്ന് മാഷ് ചെയ്യുക. അതുമാത്രമല്ല, നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലിയുടെ ആ ഒരു പൗഡർ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഉണക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. രാവിലത്തെ 10 to 12 മണിയുള്ള വെയിൽ വരെ നിങ്ങൾ കാണിച്ചിട്ട് വേണം ഇത് ഉണക്കിയെടുക്കാനായിട്ട്. ഒത്തിരി നേരം ഇത് വെയിലത്ത് വെച്ച് വല്ല മുറുക്ക് പോലെ അങ്ങ് ആക്കി കൊണ്ടുവരരുത്. ആ ഒരു ഓറഞ്ചിൻ്റെ തൊലിമേലുണ്ടാവുന്ന ആ ഒരു വാട്ടർ കണ്ടൻറ്റ് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈഡ് ആക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. അതുകൊണ്ട് ആരും ഒത്തിരി നേരം ഉണക്കി കൊണ്ടുവരരുത്. 2 ദിവസം ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് വെയിലത്ത് വെച്ചിട്ട് 2-3 ദിവസം നിങ്ങൾ 2 ദിവസം തന്നെ മതിയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ പൗഡറാക്കി കൊണ്ടുവന്നതിന് ശേഷം അത് ഇതിനകത്തേക്ക് ഒരു 1.5 ടീസ്പൂണോളം ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നീട് നമ്മൾ ആ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ് എന്ന് പറഞ്ഞ് 2 ഓറഞ്ചിൻ്റെ ജ്യൂസാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓറഞ്ചിൻ്റെ ഓരോ ഗുണങ്ങളും നഷ്ടപ്പെടുത്തില്ല. നമുക്ക് ഫുൾ ഓറഞ്ചിൻ്റെ എല്ലാ ബെനിഫിറ്റും നമ്മുടെ സ്കിന്നിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ പറയുന്നത്. ഇനി നമുക്കൊരു മിക്സിനെ നല്ല ക്രീം കൺസിസ്റ്റൻസി അല്ലെങ്കിൽ നല്ല ജെൽ കൺസിസ്റ്റൻസി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് തിക്കനിങ് ഏജൻ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ചേർക്കുന്നത് സാന്തങ്കമാണ്. ഇതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സാന്തങ്കമ്മ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മാത്രം ചേർക്കുന്നുണ്ട് കേട്ടോ. 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം നമുക്ക് കുറച്ച് കിട്ടിയിട്ടുള്ള 50 ഗ്രാമിൻ്റെ ജെൽ പ്രിപ്പറേഷനാണ് ഇവിടെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ മതിയാകും. നിങ്ങൾ ചോദിക്കാം ഇനി ഇതിനകത്തേക്ക് ആലുവേറ ജെല്ല് ചേർത്തോട്ടെ. നിങ്ങൾക്ക് ആലുവേറ ജെല്ല് ചേർക്കും തോറും ഇതിൻ്റെ pH ബാലൻസ് കുറഞ്ഞ് നമുക്കിത് ലിക്വിഡ് കൺസിസ്റ്റൻസി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒത്തിരി ആലുവേറ ജെല്ല് ചേർക്കേണ്ടി വരും, ഇച്ചിരി ഓറഞ്ച് ജ്യൂസും ചേർക്കേണ്ടി വരും. അങ്ങനെ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഇതുപോലെ തിക്കനിങ് ഏജൻ്റ് ആയിട്ടുള്ള സാന്തകം ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫുൾ ഓറഞ്ചിൻ്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു നല്ലൊരു ക്രീമി ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ജെല്ലായിട്ടുള്ള കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കാം, ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് എക്സ്ട്രാ ചേർക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് 2 മണിക്കൂർ നേരത്തേക്ക് അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ നേരത്തേക്ക് സെറ്റ് ആവാനായിട്ട് ടൈം കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ആരും പുറത്ത് വെച്ച് ഉപയോഗിക്കരുത്, ചീത്തയായി പോകും. ഓറഞ്ച് ജ്യൂസാണ് നമ്മളിതിനകത്ത് ചൂടാക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ആ ഒരു റോ ആയിട്ടുള്ള ജ്യൂസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം DIY എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് 1 വീക്കിന് മാത്രമേ ആയുസുള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ ദിവസത്തേക്ക് ആരും തന്നെ ഉണ്ടാക്കി സൂക്ഷിക്കരുത്. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. നമ്മുടെ ഒരു നല്ലൊരു ക്രീമി അല്ലെങ്കിൽ നല്ലൊരു ജെൽ കൺസിസ്റ്റൻസി ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയും നമ്മളിത് ബ്ലെൻഡ് ചെയ്യും തോറും നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ജെല്ലായിട്ട് നമുക്കിത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത്. നമുക്ക് ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ് എത്ര തന്നെ നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. 1 അല്ലിയുടെ അല്ലെങ്കിൽ 2 അല്ലിയുടെ, ഏറിപ്പോയി 2 അല്ലി അത്ര ജ്യൂസ് നമുക്ക് നമ്മുടെ ഫേസിൽ വെക്കാൻ പറ്റുള്ളൂ അല്ലേ. ഇത് അങ്ങനെയല്ല. ആ ഒരു ആ ഒരു ഓറഞ്ചിൻ്റെ ഫുൾ ആ ഒരു ഓറഞ്ച് ജ്യൂസിലാണ് നമ്മളിങ്ങനെ ജെൽ പ്രിപ്പയർ ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല അടിപൊളി റിസൾട്ട് തന്നെയായിരിക്കും നമ്മുടെ സ്കിന്നിൽ കിട്ടുക. ഞാൻ ഫസ്റ്റ് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് ഉപയോഗിച്ചാൽ ഉണ്ടാവുന്ന എന്തൊക്കെ ഗുണങ്ങളാണെന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ രാത്രി ഉപയോഗിക്കാം, പകൽ ഉപയോഗിക്കാം. നിങ്ങൾ എപ്പോഴൊക്കെയാണോ ഫ്രീ ആയിരിക്കുന്നത് മാക്സിമം ഒരു ദിവസത്തിൽ 3 തവണയെങ്കിലും ഇത് ഉപയോഗിക്കാനായിട്ട് നോക്കുക കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ നിങ്ങളുടെ സ്കിന്നെ വൈറ്റൻ ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു സ്കിന്നിലത്തെ മാറ്റം ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനിയൊരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.